അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഇന്ന് മഗ്‌രിബോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത്. പുണ്യമാക്കപ്പെട്ട റമളാൻ മാസവും വെള്ളിയാഴ്ച രാവും മഹത്തായ ദിവസങ്ങളാണ്, രാവുകളാണ്. അതുകൊണ്ട് നമ്മളൊക്കെ അള്ളാഹുവിനോട് ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാം. ഇനിയിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോലും സ്വലാത്തായിട്ടും ദിക്റുകളായിട്ടും ധാരാളമായിട്ട് ചൊല്ലാം. ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന രാവുകളാണ്. അത് മിസ്സാക്കി കളയരുത്. നമുക്ക് ദുനിയാവെന്നും നാളെ ആഖിറത്തിൽ നിന്നുമൊക്കെ ഉപകാരം കിട്ടുന്ന അമലുകളായി മാറും അതെല്ലാം. അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല, അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് സ്വലാത്തും ചൊല്ലാണ്ട് ദിക്റും ചൊല്ലാണ്ടിരിക്കരുത്. ഏത് സ്വലാത്ത് വേണമെങ്കിലും ചൊല്ലാം, ഏത് ദിക്റും ചൊല്ലാം. അസ്മാഉൽ ഹുസ്നയിലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചൊല്ലാം. അതുപോലെയൊക്കെ സ്വലാത്തും ദിക്റുമായിട്ട് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യുക. ഖുർആൻ ധാരാളമായിട്ട് പാരായണം ചെയ്യുക. അപ്പോൾ ഇന്നലെ മെനിയാന്നോ കേട്ടോ 2-3 ഉമ്മമാർ മൂന്നാമത്തെ ഖുർആൻ ഖത്തം തീർക്കാനാണ്, ഓതാൻ തുടങ്ങിയിട്ടുണ്ട് അൽഹംദുലില്ലാ എന്നൊക്കെ വാട്സപ്പിലൂടെ പറഞ്ഞറിയിച്ചവരുണ്ട്. അൽഹംദുലില്ലാ അവർക്കത് ദുനിയാവെന്നും നാളെ ആഖിറത്തെന്നും ഉപകരിക്കുന്ന ഒരു മുതൽക്കൂട്ടാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. വെള്ളിയാഴ്ച രാവിലെ റമളാൻ മാസമല്ലാത്ത വെള്ളിയാഴ്ച രാവിലൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, മുത്ത് റസൂലിൻ്റെ പേരിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ഓതിപ്പോരണം യാസീൻ എന്ന്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും. ഒരുപാട് സന്തോഷം അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അല്ലാഹ് നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അതായത് ഇപ്പോൾ നമുക്ക് ഉംറയ്ക്കൊക്കെ പോകാൻ അതിയായ ആഗ്രഹം മനസ്സിലുണ്ട്, പക്ഷേ നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താ? പണം കൊണ്ടുള്ള നിവൃത്തിയില്ല, പണം കയ്യിലില്ല, അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു മനസ്സോട് കൂടിയിട്ടാവും നമ്മൾ നിൽക്കുന്നത്. പക്ഷേ മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്തായിട്ടും അതുപോലെ തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീനായിട്ടും നിത്യേന ചെയ്തു പോരുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു ഉംറ ചെയ്യാനുള്ള ഒരു ചാൻസ് അല്ലാഹ് ഉണ്ടാക്കി തരും. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വഴി കൂടെ ആയിരിക്കും അല്ലാഹ് നിങ്ങൾക്ക് അതിനുള്ളൊരു വഴി തുറന്നു തരാം. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. നമുക്ക് സ്ത്രീകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മൾക്ക് വീട്ടിൽ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എനിക്ക് സമയം ഉണ്ടാവില്ല അങ്ങനെയൊന്നും പറഞ്ഞ് തള്ളിക്കളയാതെ നമ്മൾ തന്നെ അതിനൊക്കെ സമയം കണ്ടെത്തണം. എത്ര തിരക്കാണെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും കല്യാണമോ അല്ലെങ്കിൽ നോമ്പ് തുറക്കാൻ പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ജോലികളൊക്കെ എത്ര പെട്ടെന്ന് നമ്മൾ കഴിച്ചു തീർക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ പറയുന്നത് സത്യമല്ലേ എന്ന്. നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നോമ്പ് തുറ ഉണ്ട് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട വീട്ടിൽ നോമ്പ് തുറയാണ്, അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ തീർത്ത് എല്ലാം റെഡിയാക്കി പോകാനൊരുങ്ങും അല്ലേ? അങ്ങനെ ഒരുങ്ങിയാൽ ഇതിനും നമുക്ക് ടൈം ഉണ്ടാവും. അല്ലാണ്ട് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാനും മാത്രമായിട്ടൊരു ടൈം നമ്മളിലേക്ക് വന്നു ചേരില്ല. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, മിസ്സായി പോകരുത്. ഇനിയിപ്പം റമളാൻ മാസം ഇതാ നമ്മിൽ നിന്നും വിട പറയാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രാവ്, ഏതെങ്കിലും ഒരു രാവ് നമ്മൾ മിസ്സായി പോയാൽ ചിലപ്പം അന്ന് നമ്മൾ ദുആ ചെയ്യുന്നതായിരിക്കും അന്നത്തെ ഉത്തരം അല്ലാഹു അന്ന് ദുആ ചെയ്യുന്ന ആ കാര്യം അല്ലാഹു നിറവേറ്റി തരണം എന്ന് കരുതിയ അന്ന് നമ്മൾ ചിലപ്പോൾ അന്ന് ദുആ ചെയ്തിട്ടുണ്ടാവില്ല, അന്ന് ഖുർആൻ എടുത്തിട്ടുണ്ടാവില്ല, അന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മിസ്സാക്കാതെ ഇനിയുള്ള രാവുകളും ദിവസങ്ങളുമൊക്കെ ഒരുപാട് അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുക. ധാരാളമായിട്ട് വെറുതെ സംസാരിച്ചിരിക്കാതെ കിട്ടുന്ന ടൈമൊക്കെ അല്ലാഹുവിലേക്ക്. ഇന്ന് ദുനിയാവും രക്ഷപ്പെടും, നാളെ നിങ്ങളെ ആഖിറവും വെളിച്ചമായി കിട്ടും ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവ് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇലാ ഹദറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് ഫാത്തിഹ ഓതുക മുത്ത് റസൂലിൻ്റെ പേരിൽ. അത് ഓതിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ എന്നും നിങ്ങളോട് പറയാറുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അത് ഓതിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് എന്ത് ചെയ്യുക? മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഒരു 3 യാസീൻ അങ്ങോട്ട് ഓതുക. നിങ്ങളെ സകല വിഷമങ്ങളും
പ്രയാസങ്ങളും എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത്, പ്രയാസപ്പെടുന്നത് എല്ലാം അള്ളാഹു റാഹത്തിലാക്കി തരാൻ. അത് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീഡിയോ സ്ഥിരമായി കേൾക്കുന്നവർക്ക് അത് ഓതിപ്പോരുന്നവരുണ്ട്. എത്രയോ മാറ്റങ്ങൾ ഉണ്ട് ഇത്ത ഇതുപോലെ പറഞ്ഞു തന്ന് മുറുകെ പിടിച്ച് ഓതിയിട്ട് എന്നും പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അൽഹംദുലില്ലാ, അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകട്ടെ. അപ്പം എല്ലാ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് ഒരു 3 യാസീൻ ഓതുക. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരു യാസീനാണ് നമുക്ക് ഓതാൻ കഴിയുന്നതെങ്കിൽ ഒരു യാസീൻ ഓതിക്കോളി. അള്ളാഹു നമുക്ക് ഓതാൻ തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ 3 യാസീൻ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് പിന്നെ നമ്മൾ ഓരോരുത്തരും സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും നമുക്ക് ചെയ്യാൻ അല്ലേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് പറയുന്നൊരു സ്വലാത്ത്, ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ഇന്നത്തെ രാവിലെ ചൊല്ലണം. ഇന്നത്തെ രാവിലെ തന്നെ, അതായത് വെള്ളിയാഴ്ച രാവിലെ തന്നെ നമ്മുടെ സകല വിഷമങ്ങളും തീരാനും പ്രയാസങ്ങൾ തീരാനും ബുദ്ധിമുട്ട് തീരാനും എല്ലാം റാഹത്തിലും സമാധാനത്തിലുമായി വരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സ്വലാത്ത് എണ്ണം ഞാൻ പറയുന്നില്ല, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. റമദാൻ മാസത്തിൽ ഞാൻ എണ്ണം കണക്കാക്കി പറയാറില്ല. കാരണം നമ്മൾ സ്ത്രീകളാണ്, നമുക്ക് വീട്ടിലെ ജോലികളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ എണ്ണം പറഞ്ഞ് കണക്കാക്കിയാൽ അത് ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ചെറിയ മക്കളുണ്ടാവും, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അത് അവർ നിയ്യത്താക്കി വെക്കും. പക്ഷേ അത് എണ്ണത്തിൽ അവർക്ക് ചൊല്ലി തീർക്കാൻ പറ്റാത്തവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം 100ൽ കുറയാതെ മുത്ത് റസൂലിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാതെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് മുത്ത് റസൂലിനെ ഓർത്തുകൊണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും അള്ളാഹു നിങ്ങൾക്ക് തുറന്നു നൽകും. എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത്, പ്രയാസപ്പെടുന്നത്, ആ കാര്യം അള്ളാഹു സലാമത്തിലാക്കി തരും. എന്ത് കാര്യം നമുക്ക് ഓരോരുത്തർക്കും, എനിക്കൊരു പ്രയാസമാണ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിഷമമായിരിക്കും. അങ്ങനെ സകല വിഷമം കൊണ്ടും പ്രയാസപ്പെടുന്ന കാര്യങ്ങളൊക്കെ നേരം പുലരും മുന്നേ ആയിട്ട് നിങ്ങൾ ആ കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരും. ചൊല്ലിക്കോളി ഈ ഒരു സ്വലാത്ത്. അല്ലാഹുമ്മ സൊല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമത്തൻ ബിദവാമി മുൽക്കില്ല. അല്ലാഹുമ്മ സൊല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമത്തൻ ബിദവാമി മുൽക്കില്ല. അല്ലാഹുമ്മ സൊല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമത്തൻ ബിദവാമി മുൽക്കില്ല. അല്ലാഹുമ്മ സൊല്ലി അലാ സയ്യിദിന എന്ന് കഴിഞ്ഞിട്ട് മുഹമ്മദിൻ ഇല്ല കേട്ടോ. അല്ലാഹുമ്മ സൊല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമത്തൻ ബിദവാമി മുൽക്കില്ല. ഞാനിതാ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ മലയാളത്തിലായിട്ട് നിങ്ങളൊരു പുസ്തകത്തിൽ എവിടെയെങ്കിലും എഴുതിയെടുക്കുക. എന്നിട്ട് മലയാളത്തിലായിട്ട് ചൊല്ലിയാലും മതി കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ രാവിലെ തന്നെ, അതായത് നമ്മൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ യാസീനൊക്കെ ഓതി അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, ദിക്റുകൾ, അങ്ങനെ ഓരോന്ന് നമ്മൾ വെള്ളിയാഴ്ച രാവിലെ നിയ്യത്താക്കി വെച്ച കാര്യങ്ങളുണ്ടാവും ചൊല്ലാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ രാവിലെ തന്നെയായിട്ട് ഈ ഒരു സ്വലാത്ത് അല്ലാഹുമ്മ സൊല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമത്തൻ ബിദവാമി മുൽക്കില്ല എന്ന് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ അങ്ങോട്ട് നിയ്യത്താക്കിക്കോളി. എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റുക ആ ഒരെണ്ണം നിങ്ങൾ നിയ്യത്താക്കിയിട്ട് ചൊല്ലി തീർക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങൾ, നിങ്ങൾ എന്ത് കാര്യത്തിനാണ് പ്രയാസപ്പെടുന്നത്, വിഷമിക്കുന്നത്, ആ ഒരു കാര്യം അല്ലാഹു സമാധാനത്തിലും റാഹത്തിലുമാക്കി തരും. മനസ്സ് ചൊല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സ്വലാത്തും അതുപോലെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസീനും നിങ്ങൾ ഓതുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്ന് ഓത യാസീനും. അതേപോലെ തന്നെ ഈ ഒരു സ്വലാത്തും ആരോടും മിണ്ടാതെ സംസാരിക്കാതെ തനിച്ചിരുന്നു കൊണ്ട് മുത്ത് റസൂലിനെ മനസ്സിൽ ഓർത്തുകൊണ്ട്, മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ പറയുക, റബ്ബേ, ഞാൻ എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് 3 യാസീൻ ഞാൻ ഓതി തീർത്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നീ പുറത്തു തരണേ അല്ലാ.
എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്. എനിക്കാരോടും പറയാൻ പറ്റാത്ത പ്രയാസങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എല്ലാം നീ റാഹത്തിലാക്കിക്കൊണ്ട് അല്ലാ. പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണല്ലോ റബ്ബേ ഇന്ന്. അതിൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ ദുആ നീ കേൾക്കണേ അല്ലാ. എൻ്റെ മാനസികമായിട്ടുള്ള വിഷമം നീ കേൾക്കണേ അല്ലാ. എൻ്റെ യാസീൻ സൂറത്തും ഞാൻ ചൊല്ലിയിട്ടുള്ള സ്വലാത്തും നീ സ്വീകരിക്കല്ല. മുത്ത് റസൂലിൻ്റെ അടുത്ത് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അതിൻ്റെ ഗുണം, അതിൻ്റെ മഹത്വം എനിക്ക് ദുനിയാവെന്നും നാളെ ആഖിറത്തെന്നും ഉപകരിക്കുന്ന ഒരു അമലാക്കി നീ സ്വീകരിക്കണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് പറയുക. അതുപോലെ നമ്മുടെ മനസ്സിലുള്ള, നിങ്ങൾക്കൊക്കെ മനസ്സിലുള്ള പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളുമെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ഇന്നത്തെ രാവിലെ നിങ്ങൾ ദുആ ചെയ്തോളി. എന്നിട്ട് നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങളെ മനസ്സിന് തന്നെ ഒരു സമാധാനം കിട്ടിക്കാണും. അതൊന്നും നിങ്ങൾ നോക്കണ്ടി. നിങ്ങളെ മനസ്സിന് തന്നെ എന്തോ ഒരു ഭാരമായിരിക്കും. നമുക്കൊരോ ടെൻഷനും പ്രയാസമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അപ്പോൾ ആ മനസ്സിന് ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ നോക്കണ്ടി. നാളെ നേരം വെളുത്ത് കിടന്നുറങ്ങാൻ എണീക്കുന്ന സമയത്ത് മനസ്സിനൊരു സമാധാനം. കടങ്ങളും പ്രയാസങ്ങളും ഒരുപാട് ടെൻഷനുകളും ഒക്കെ മനസ്സിലുണ്ട്. പക്ഷേ എന്നാലും എന്തോ ഒരു സുഖം മനസ്സിന് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നും. കാര്യം എന്താണ്? മുത്തറസൂലിൻ്റെ പേരിലാണ് നമ്മൾ യാസീനായിട്ടും സലാത്തായിട്ടും ഒക്കെ ഓതുന്നത്. അതിൻ്റേതായ ഗുണം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ദുനിയാവിൽ കിട്ടും, നാളെ ആഖിറത്തിൽ നിന്നും കിട്ടും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നിങ്ങളൊരിക്കലും വിചാരിക്കാത്ത ഓരോ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുക. അത്ഭുതപ്പെട്ടു പോകും. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും, ഉറപ്പാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ, ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ, മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ചെയ്താൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് അള്ളാഹു എന്ത് കാര്യത്തിനാണോ മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം അള്ളാഹു സലാമത്തിലാക്കി തരും, ഉറപ്പാണ്. ഇൻഷാ അല്ലാ ഇത് ചെയ്യാനും ഓതാനുമൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അല്ലേ. അപ്പോൾ എന്നോട് ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട്, നിങ്ങൾക്ക് മഗ്‌രിബിൻ്റെ ശേഷമായിട്ട് കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലിക്കൂടെ ഇത്താ, ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലാലോ എന്ന്. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, റമളാൻ മാസമാണ്. ഒരുപാട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള അമലുകളുണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിലായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് തീർത്ത് പോരാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ധാരാളമായിട്ട് അമൽ ചെയ്യുക. അള്ളാഹ് സ്വീകരിക്കും, അള്ളാഹ് സ്വീകരിക്കും. ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്താലും ഒരു അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയാൽ പോലും അതിന് ഇരട്ടി 10 മടങ്ങ് അതിനുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരും. കാരണം ഇത് റമളാൻ മാസമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഒരു 3 ഫാത്തിഹ ഓതിയിട്ട് സ്വലാത്തൊക്കെ ചൊല്ലി ദുആ ചെയ്യാം. ഇലാ ഹളറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്വലാത്തില്ലേ, അത് നമുക്ക് ഒരുമിച്ച് ഒരു 11 തവണ ചൊല്ലാട്ടോ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ
അതദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമത്തൻ ബിദവാമി മുൽക്കില്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ അതദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമത്തൻ ബിദവാമി മുൽക്കില്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ അതദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമത്തൻ ബിദവാമി മുൽക്കില്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ മൗലാന അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ അതദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമത്തൻ ബിദവാമി മുൽക്കില്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ അതദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമത്തൻ ബിദവാമി മുൽക്കില്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന വ മൗലാന മുഹമ്മദിൻ അതദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമത്തൻ ബിദവാമി മുൽക്കില്ല. പഠിച്ച റബ്ബെ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബെ, മുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ എത്തിച്ചു കൊടുക്കല്ല. അതിൻ്റെ പുണ്യം കൊണ്ട് ഞങ്ങളൊക്കെ നേരിടുന്ന പ്രയാസങ്ങൾ, വിഷമങ്ങൾ നീ തീർക്കണേ അല്ലാ. റഹ്മാനും റഹീമുമായ റബ്ബെ, പലവിധ പ്രയാസം കൊണ്ട് പ്രയാസപ്പെടുന്ന, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാർ, സഹോദരിമാരെപ്പോഴും പറയാറുണ്ട് ദുആ ചെയ്യണം ഇത്ത എന്ന്. റബ്ബേ, നീ അത് അറിയുന്നവരാണല്ലോ അല്ലാ. അവരുടെയൊക്കെ മനസ്സിലുള്ള എന്ത് പ്രയാസമാണ് ഉള്ളതെന്ന് നിനക്കറിയാലോ. നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലാ. എല്ലാം അവർ വിചാരിക്കുന്ന പോലെ നീ ആക്കി കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ ഹലാലായിട്ടുള്ള ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. മനസ്സിൽ എന്ത് കാര്യം കൊണ്ടാണ് ടെൻഷൻ അടിക്കുന്നത്, പ്രയാസപ്പെടുന്നത്, ആ ഒരു കാര്യം നീ സലാമത്തിലാക്കി കൊടുക്കണേ അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് റബ്ബേ. അവരൊരിക്കലും വിചാരിക്കാത്തൊരു വഴി നീ കാണിച്ചു കൊടുക്ക റഹ്മാനെ. കടം വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കല്ല. സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുക റബ്ബേ. റബ്ബേ, പലവിധ വിഷമങ്ങളാണ് ഓരോരുത്തർക്കുള്ളത്. മനസ്സമാധാനമില്ലാത്തവരുണ്ട്, ഭർത്താവിനാലെ അങ്ങനെയുള്ള പ്രയാസം അനുഭവിക്കുന്നവർ, മക്കളാലെയുള്ള ടെൻഷൻ അനുഭവിക്കുന്നവർ. റബ്ബേ, എന്തൊക്കെ കാര്യത്തിനാണ് വിഷമിക്കുന്നത് എന്ന് നിനക്കറിയാലോ അല്ലാ. എല്ലാം നീ സമാധാനത്തിലാക്കിക്കൊണ്ട് റഹ്മാനായ റബ്ബേ, ഈ പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ് നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നത് റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ആമീനി സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ആമീനി സ്വീകരിക്കല്ല. ഞങ്ങൾ പ്രയാസം മാറ്റല്ല. ഞങ്ങളെ കടങ്ങൾ വീട്ടാനൊരു വഴി കാണിച്ചു കൊണ്ട് റഹ്മാനെ. റബ്ബേ, നീയല്ലാതെ ആരും ഞങ്ങൾക്കില്ല റഹ്മാനെ. നിന്നിലേക്കാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് അല്ല. റബ്ബേ, ഞങ്ങളെ നീ കൈയൊയ്യല്ലേ അല്ല. റബ്ബേ, നീ ഞങ്ങളെ കൈയൊയ്യല്ലേ അല്ല. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം കാണിച്ചു കൊണ്ട് റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും കൊടുക്ക്. മക്കളെ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും കൊടുക്ക് റഹ്മാനെ. കടങ്ങളൊക്കെ വീടാനുള്ള പണം അവരുടെ കയ്യിൽ ഹലാലായ മാർഗത്തിലൂടെ നീ നൽകല്ല. റബ്ബേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്ക്. വെള്ളിയാഴ്ച രാവാണ് ഇന്ന് റഹ്മാനെ. ഇന്ന് വെള്ളിയാഴ്ച രാവ് മഗ്‌രിബോട് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് നിന്നിലേക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ നീ തൗഫീക്ക് ചെയ്യണേ അല്ലാ. മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീനും സ്വലാത്തും ചൊല്ലാൻ നീ തൗഫീക്ക് ചെയ്യല്ല. നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ സ്വലാത്ത്. ഇന്ന് ദുനിയാവുന്ന നാളെ ആഖിറത്തുനിന്നും ഉപകാരം കിട്ടുന്ന അമലാക്കി നീ സ്വീകരിക്കല്ല. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരോടും ദുആ വസിയത്തോടെ.